ഗൂഢാലോചന നടത്തിയെന്ന സരിതയുടെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടിയെടുക്കാൻ ഒരുങ്ങി സ്വപ്നയുടെ അമ്മ. വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സരുൺ, തന്റെ പേര് അനാവശ്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് വലിച്ചിഴയ്ക്കുന്നു, അങ്ങനെയെങ്കിൽ സരിതയ്ക്കെതിരെ നിയമ നടപടിയുമായി നീങ്ങുമെന്നാണ് ഇപ്പോൾ സ്വപ്നയുടെ അമ്മ പ്രഭ വ്യക്തമാക്കുന്നത്. പല ഘട്ടങ്ങളിലായി സരിത പറയുന്നത് താൻ അങ്ങോട്ട് വിളിച്ചിരുന്നുവെന്നും സഹായം അഭ്യർത്ഥിച്ചിരുന്നുവെന്നും മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണെന്നും ഒക്കെയും താൻ സരിതയോട് പറഞ്ഞിരുന്നുവെന്നും സരിത തന്നെ സഹായിക്കണം എന്നാവശ്യപ്പെട്ട് വാട്സപ്പ് മെസ്സേജുകൾ അയച്ചു എന്ന തരത്തിലുമൊക്കെയുമാണ് സരിത പ്രചരണം നടത്തുന്നത്. ഈ ഒരു ഘട്ടത്തിലും സരിതയോട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം അഭ്യർത്ഥിച്ചിരുന്നില്ല. തന്റെ പേര് അനാവശ്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് വലിച്ചിഴക്കുകയാണ്. അതുകൊണ്ട് തന്നെ സരിതാ നായർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സ്വപ്നയുടെ അമ്മ പറയുന്നത്. വിനോദ്, ഇപ്പോൾ തിരിച്ചു വരാം. ഇപ്പോൾ സ്വപ്നയുടെ അമ്മ പ്രഭ ചേരുന്നു. ശ്രീമതി പ്രഭ, എങ്ങനെയാണ് നിയമ നടപടിക്ക് ആലോചിക്കുന്നത്? എന്താണ് പരാതി? കാരണം എന്റെ മകള് ജയിലിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ സരിത എന്നെ വിളിച്ചിരുന്നു. 4-5 ദിവസം കഴിഞ്ഞപ്പോ വിളിച്ചിരുന്നു. എന്താണ് വേണ്ടത്, എന്ത് സഹായം വേണമെങ്കിലും ആന്റി ഞാൻ ചെയ്തു തരാം, ഇങ്ങനെ കുറെ വാഗ്ദാനങ്ങൾ എനിക്ക് പറഞ്ഞു. അപ്പം എന്റെ മകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് ആരുടെയും സഹായം തേടേണ്ടി വന്നിട്ടില്ല. നോട്ട് ഓൺലി ദാറ്റ്, എനിക്ക് മരുന്നിന് പോലും പൈസ ഇല്ല എന്ന് ഞാൻ സരിതയോട് സംസാരിച്ചു, അല്ലെങ്കിൽ ചാറ്റ് ചെയ്തു. ഓഫ്കോഴ്സ് യെസ്, ഞാൻ സരിതയെടുത്ത് മകളുടെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ പറഞ്ഞിരുന്നു മകളുടെ സരിതയെ പോലെയാണ്, കാണാൻ നല്ല ക്യൂട്ടാണ്, എന്റെ പ്രേയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് അവൾക്ക് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ എനിക്ക് എന്റെ മകൾക്ക് സിം കാർഡ് ഫോണ് കൊണ്ടുതരാം, അവളെ സഹായിക്കാം, എന്താ പറയാ CPM അങ്ങനെ അവരുടെ ഇപ്പൊ ഭരിക്കുന്ന ആൾക്കാരുടെ സഹായം ഉണ്ടാവും, ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു തരാം, ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ സരിത എന്നോട് പറഞ്ഞപ്പോ ഞാൻ മകളെ വിളിച്ചിട്ട് ഇത് പറഞ്ഞിരുന്നു. അപ്പം സ്വപ്ന എന്റെ അടുത്ത് പറഞ്ഞു, ജയിലിൽ വെച്ച് കണ്ടിട്ട് പോലും ഞാൻ ഹായ് പറഞ്ഞിട്ടില്ല, അപ്പം മമ്മി ഇത് എന്റർടൈൻ ചെയ്യണ്ട, അത് ബ്ലോക്ക് ചെയ്തേക്കൂ എന്ന് പറഞ്ഞിട്ട് പല നമ്പരിൽ നിന്ന് സരിത എന്നെ വിളിച്ചിരുന്നു. അപ്പം ഈ വോയിസ് കേട്ടിട്ട് ഉള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചിരുന്നത്. ശ്രീമതി പ്രഭ, നേരത്തെ സരിത നിങ്ങൾ രണ്ടുപേരുമായുള്ള ചാറ്റ് അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ പുറത്തു വിട്ടിരുന്നു. ഈ സമയത്താണോ സരിതയുമായി സൗഹൃദം, അല്ലെങ്കിൽ മുമ്പ് തന്നെ ഒരു നാട്ടുകാരാണ് അത്തരത്തിലുള്ള സൗഹൃദം ഉണ്ടായത്? ഒരിക്കലും എനിക്ക് സരിത, ഞാൻ TV-യിൽ ഇത് വിവാദ വനിതയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോ സരിത എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഇങ്ങനെ ചാനലിൽ കൂടെയും മാധ്യമങ്ങളിൽ കൂടെയും മാത്രമേ എനിക്കറിയാവുള്ളൂ. എന്റെ വീടിന്റെ അടുത്താന്ന് പറയുമ്പോ എനിക്കറിയില്ല ഈ സരിത ആരാ എന്താ ഏതാന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു ഇത് മാത്രമേ പറയാനുള്ളൂ, എന്താ വെച്ച് കഴിഞ്ഞാൽ സരിത എന്ന വ്യക്തിയെ പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല, എന്നെയും കണ്ടിട്ടില്ല. പിന്നെ അൺനെസസറി എനിക്ക് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടിയില്ല. ഞാനൊരു വലിയ ഒരു മനുഷ്യന്റെ ഒരു മകളാണ്. ആ മനുഷ്യന്റെ എന്റെ പ്രസ്റ്റീജിനെ ചോദ്യം ചെയ്യുന്ന പോക്കെയ്യുന്ന രീതിയിൽ സരിത സംസാരിക്കുമ്പോ എനിക്കത് കോടതിയെ അല്ലെങ്കിൽ എനിക്ക് ലീഗലി പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അൺനെസസറി എനിക്ക് എന്തിനാ എന്റെ പേര് വലിച്ചഴിക്കുന്നേ? ഈ സരിത ഏത് തരത്തിലുള്ള സഹായമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? സരിത സഹായം ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സിം എന്നുവെച്ചാൽ ഹൈഡായിട്ടുള്ള അല്ലെങ്കിൽ ആരും അറിയാത്ത രീതിയിലുള്ള ഒരു സിം കാർഡ് കൊണ്ടുതരാം, ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം, പിന്നെ എന്താ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പറയാണ്ടിരിക്കാൻ സ്വപ്നയോട് പറയണം, അവളുടെ ജീവന് ഭീഷണിയുണ്ട്, അവളെ ശ്രദ്ധിക്കാൻ പറയണം, സൂക്ഷിക്കാൻ പറയണം, ഇങ്ങനെയൊക്കെയാണ് സരിത എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ മോളെ അറിയിക്കാം, ഇതെല്ലാം ഞാൻ മോളെ അറിയിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് സരിത പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് സിം കാർഡ് കൊണ്ടുതരാൻ. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, പിന്നെ എന്റെ വീട്ടിലോട്ട് വന്ന് എന്താ വെടിവെച്ചാൻ കോവിലിന്ന് രാമപുരം വരെ വലിയ താമസമില്ല, അപ്പം അത് കൊണ്ടുതരാം. അപ്പൊ ഞാൻ എന്നിട്ട് വിളിച്ച് ഞാൻ മെസ്സേജ് ചെയ്തു എന്റെ വീട്ടിലോട്ട് വരരുത്, വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ ഇപ്പോഴത്തെ ഭരിക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞാണോ ഇതൊക്കെ സരിത സംസാരിച്ചിരുന്നത്?
അല്ല ഇപ്പൊ അതെ CPM-കാര് അവളെ ഉപദ്രവിക്കും, അവളോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് പറഞ്ഞു തന്നെയാണ് സരിത എന്നോട് പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ എന്റെ മകളോടും പറഞ്ഞത്. അപ്പൊ എന്റെ മകൾ എന്നെ വോൺ ചെയ്തു, മമ്മി ഇങ്ങനെ വന്ന ഫോൺ കോൾ ചെയ്യരുത്, എടുക്കരുത്, ആവശ്യമില്ലാത്ത ഒന്നും സംസാരിക്കണ്ട, എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, എന്നാണ് എന്റെ മകൾ എന്റെ അടുത്ത് പറഞ്ഞത്. ശ്രീമതി പ്രഭ, നേരത്തെയൊക്കെ വിവാദങ്ങളിൽപ്പെട്ട സരിത ഇത്തരത്തിലൊരു സഹായം വാഗ്ദാനം ചെയ്യുമ്പോൾ താങ്കൾ അത് വിശ്വസിച്ചിരുന്നോ? ഇല്ല, വിശ്വാസത്തിൻ്റെതല്ലല്ലോ. കാരണം സരിത എന്ന് പറയുന്നത് ഒരു ലേഡിയാണ്, എന്റെ മകളെന്ന് പറയുന്നത് ഒരു ലേഡിയാണ്. ഇങ്ങനെ ഒരുപാട് ഇത് വരുമ്പോഴത്തേക്കും ഞാൻ അതിന് ആരെയും ആസ് എ വുമൺ, ആസ് എ മദർ എന്നുള്ള നിലയിൽ ഞാൻ ആരെയും ഈ വ്യക്തിഹത്യ ചെയ്യാറില്ല. ബിക്കോസ് അപ്പോഴും ഞാൻ കാഷ്വലായിട്ട് ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഓക്കെ സരിത, അതൊന്നും കാര്യമില്ല, ഞാൻ പറയാം, മോളടുത്ത് ഞാൻ പറയാം. മോളുടെ നമ്പർ ചോദിച്ചപ്പോഴും ഞാൻ കൊടുത്തില്ല. ഞാൻ അവളുടെ അടുത്ത് പറയാം വിളിക്കാനായിട്ട്. അല്ലാണ്ട് ഞാൻ ഒന്നും ഷൗട്ട് ചെയ്തോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല. റീസെന്റ്ലി അവളുടെ ഫോട്ടോസ് സ്റ്റാറ്റസ് കണ്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്റെ ബ്ലെസ്സിങ്സും എന്റെ പ്രേയേഴ്സും എപ്പോഴും ഉണ്ടാവും. അല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ, എന്താ മകൾക്ക് എന്തെങ്കിലും, സ്വപ്നയ്ക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, ഐ ആം ഹിയർ, അവൾക്ക് വേണ്ടിയിട്ട് നോക്കാനായിട്ട് ഇവിടെ ഞാനുണ്ട്. നന്ദി ശ്രീമതി പ്രഭ പ്രതികരിച്ചതിന്. സ്വപ്നയുടെ അമ്മ പ്രഭയാണ് ഇപ്പോൾ ന്യൂസ് 18 ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് VV വിനോദ് നൽകിയത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.